കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതരമായ വീഴ്ചയെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. സലാം മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സലാം, എന്തു വീഴ്ച മാനേജ്മെന്റ് വരുത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്? നിഷാദ്, പ്രധാനമായും ഈ മാനേജ്മെന്റ് ആദ്യം ആരോപിച്ചിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയത് എന്നുള്ളതാണ്. സ്ഥിര നിയമനത്തിലുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു, എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇതിൽ ഇടപെട്ടില്ല എന്നുള്ളതായിരുന്നു മാനേജ്മെന്റ് വാദം. എന്നാൽ ആ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ്, പൂർണ്ണമായും മാനേജ്മെന്റ് വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നതിന് 2019 ആദ്യമായി അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ സ്ഥിര നിയമനത്തിലുള്ള അപേക്ഷ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് മതിയായ വിദ്യാഭ്യാസ രേഖകൾ ഇല്ലാത്ത കാരണം, അതായത് മതിയായ യോഗ്യത ഇല്ലാത്ത കാരണം, കേട്ടിട്ടടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്ത കാരണമാണ് നിരസിച്ചത്. വീണ്ടും 2021 അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അത് നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപിക സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഉത്തരവ് ലഭ്യമല്ലാത്തതിനാലും മറ്റു കാരണങ്ങളും ചൂണ്ടിക്കാണിച്ച് വീണ്ടും ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ ഒരു തസ്തിക ഇല്ല ആയിരുന്നു അവിടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമനം അവിടെ സാധ്യമല്ലായിരുന്നു. നേരത്തെ 4 വർഷക്കാലമാണ് ആ സ്കൂളിൽ, നേരത്തെ ഈ LP മുത്തോറ്റിക്കൽ സ്കൂൾ, നസ്രത്ത് LP മുത്തോറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ 4 വർഷത്തോളം ഇവർ അവിടെ ജോലി ചെയ്തു. അവിടെ നിന്നും വന്ന അപേക്ഷകളൊക്കെ തന്നെ നിരസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഒരു തസ്തിക ഒഴിവില്ലായിരുന്നു. കാരണം നിലവിലുള്ള അധ്യാപികയെ അവർ സർവീസിൽ നിന്ന് നീക്കം ചെയ്തുള്ള ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഉത്തരവ് വേണം, അല്ലെങ്കിൽ ഇത് രാജിവെച്ചതായി, അല്ലെങ്കിൽ രാജിവെക്കുകയും കൂടാതെ അത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയതായുള്ള ഒരു ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു തസ്തികയിൽ നിയമനം സാധ്യമാകൂ. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നിലവിൽ അവസാനമായി അപേക്ഷ സമർപ്പിച്ചത് ഏതാണ്ട് ഈ വർഷം ജനുവരിയിൽ മാത്രമാണ്. അതായത് 2025 ജനുവരിയിൽ മാത്രമാണ്. ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് നടപടിക്രമങ്ങളൊക്കെ തന്നെ നടന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർക്ക് സ്ഥിര നിയമനത്തിലുള്ള കാലതാമസം പറ്റിയത്. ഏതായാലും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് 4-5 വർഷത്തോളമായി ഇവർ ജോലിയിൽ പ്രവേശിച്ചിട്ടും ഈ തസ്തിക ഇല്ലാത്തൊരു തസ്തികയിലേക്കാണ് ഇവരെ നിയമനം നടത്തിയത്. കൂടാതെ ഇപ്പോൾ നിലവിൽ അപേക്ഷ നൽകിയിട്ട് ഏതാണ്ട് മാസങ്ങൾ മാത്രമേ, ഏതാണ്ട് 1-2 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും. അത്ര കാലതാമസം മാത്രമാണ് എടുക്കുന്നത്. ഏതായാലും മാനേജ്മെന്റ് ഭാഗത്തുനിന്നുള്ള ഒരു കാലതാമസം തന്നെയാണ് ഇവരുടെ സ്ഥിര നിയമനം ഇല്ലാതാക്കിയതെന്നുള്ളതാണ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. നിഷാദ്, കട്ടിപ്പാറയിലെ ആത്മഹത്യയിൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഒരു കടുത്ത അനാസ്ഥ ഉണ്ടായി എന്ന സർക്കാരിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയാണ്. സലാം വിവരങ്ങൾ നൽകിയത്.